നമുക്ക് ഇങ്ങനെ രാവിലെ ഒരു ദോശ തയ്യാറാക്കാം. അപ്പോൾ ഗോതമ്പ് പൊടിയാണിത്. ഗോതമ്പ് പൊടി ഒരു 2 ആൾക്കുള്ളത് എടുത്തിട്ടുള്ളൂ. പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. ഞാനിത് മിക്സ് ചെയ്തിട്ട് കാണിക്കും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ദോശ ഒഴിച്ച് കൊടുക്കാം. ഇത് സാധാ ദോശ അല്ല, ഗോതമ്പിനകത്ത് തേങ്ങയും പഞ്ചസാരയും ഇട്ട ദോശയാണ്. ഒരു പത്തിരി പോലെ കഴിക്കാം, കറിയൊന്നുമില്ലാതെ കഴിക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് 3-4 കോട്ട് നെയ്യിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് പരത്തണം. ഇതുപോലെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലൊരു സ്നാക്സ് പോലെയൊക്കെ കഴിക്കാം. ഒരു ദോശ കഴിച്ചാലും മതി, മനസ്സും വയറും ഒരുപോലെ നിറയും. അപ്പം നമ്മുടെ ദോശ ഇവിടെ റെഡിയാണ്. നമുക്ക് കട്ടൻ ഒഴിക്കാം. ഇത് തേയില വെള്ളമല്ല, തിരുവനന്തപുരത്ത് പറയും പോലെ തേയില വെള്ളമല്ല, ഇതൊരു കാപ്പിയാണ്. ഇവിടെ കോട്ടയംകാരുടെ കാപ്പി. ഇപ്പം നമുക്കിത് ചേട്ടനെ കൊണ്ട് കൊടുക്കാവേ.